ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു. 2 FIR ആണ് ഇപ്പം SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ FIR-ൽ 7 ദേവസ്വം ബോർഡ് സ്റ്റാഫുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പർ അന്നത്തെ കാലത്ത് 2019 പത്മകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 ദേവസ്വം ബോർഡ് മെമ്പേഴ്സുണ്ട്, N വിജയകുമാറും KP ശങ്കരദാസും. 2019 കേസിനകത്ത് 7 ദേവസ്വം ബോർഡ് സ്റ്റാഫും 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ 2. അതിലൊന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആദ്യത്തെ FIR-ൽ. 2ാം പ്രതി അയാളുടെ സുഹൃത്ത് കൽപേഷ്. അയാളാണ് അവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണം കൊണ്ടുപോയത്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് കൽപേഷാണ്. അപ്പോൾ ആദ്യത്തെ FIR-ൽ അവർ പ്രതിയായി. 2ാമത്തെ FIR-ൽ അതിനകത്ത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ാം പ്രതി കൽപേഷ്, പിന്നെ അതിനകത്ത് 5-6 പ്രതികൾ ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. ഇപ്പം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അയാൾ വെളിയിൽ പോകില്ല എന്ന് കരുതുന്നു. നേരത്തെ മുതൽ നമ്മൾ പറയുന്നുണ്ട്, കാരണം എവിഡൻസ് നശിപ്പിക്കും, അയാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എല്ലാം ചെയ്യാൻ അയാൾക്ക് സാധിക്കും, അയാൾ വെളിയിൽ നിൽക്കുന്നത് നല്ലതല്ല, അയാളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ അത് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നലെ കസ്റ്റഡി എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളെ രഹസ്യ സങ്കേതത്തിൽ എവിടെയോ കൊണ്ടുപോയി ചോദ്യം ചെയ്തോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇപ്പം മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്ന്, ഈ സ്വർണ്ണപ്പാളികൾ അത് ചെന്നൈയിലോ ഹൈദരാബാദിലോ അല്ല, അത് ഇലക്ട്രോളിസിസ് ചെയ്തത് മഹാരാഷ്ട്രയിലെ ഒരു എക്സ്പെർട്ടാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പം മഹാരാഷ്ട്രയിലുള്ള ഒരാളാണ് അത് ഇലക്ട്രോളിസിസ് ചെയ്തത്. ഇലക്ട്രോളിസിസ് നമുക്കറിയാം, വൈദ്യുത വിശ്ലേഷണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കാരണം ഒരു ലായനിക്കകത്തു കൂടി അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ കൂടി അതിനകത്ത് ഇലക്ട്രോണിക്സ് നെഗറ്റീവും പോസിറ്റീവും കടത്തിവിട്ട് അത് മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. കാരണം ഇതിനകത്ത് ചെമ്പിലാണ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്, അതിലെ സ്വർണം പതിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചെമ്പ് മെൽറ്റ് ചെയ്യുന്നത് 1085 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അത് ഉരുകുന്ന ആ ചൂടിലേ ഉരുകുള്ളൂ. അതേസമയത്ത് അതിനെക്കാട്ടും കുറച്ചുകൂടി ലെസ്സായിട്ട് വരുന്നത് ഗോൾഡ് 1064 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്യാൻ വൈദ്യുത വിശ്ലേഷണം നടത്താനായിട്ട് ശ്രമിക്കുമ്പം ഇത് ലായനിയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗോൾഡ് 1064 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉരുകി ലായനിയാകും. അതോടൊപ്പം 1085 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉരുകി അത് ചെമ്പും ലായനിയാകും. അപ്പോൾ രണ്ടും ലായനിയാകുമ്പോൾ ഇത് വേർതിരിച്ച് കിട്ടിക്കഴിഞ്ഞു. കാരണം 1064 ഡിഗ്രിയിൽ നമുക്ക് സ്വർണം ലഭിക്കും. അത് 24 കാരറ്റ് സ്വർണം തന്നെയായിരിക്കും അങ്ങനെ ലഭിക്കുന്നത്. അതേസമയത്ത് 22 കാരറ്റ് സ്വർണമാണ് ആ ചെമ്പിൽ പതിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ 1064 ഡിഗ്രി വേണ്ട, 964 ഡിഗ്രി ചൂട് അല്ലെങ്കിൽ സെൻറ്റിഗ്രേഡ് മതി. അപ്പം ഇതിനകത്ത് നമുക്കറിയാം, നേരത്തെ 1998 പതിപ്പിച്ചിരിക്കുന്നത് 30 കിലോ സ്വർണ്ണമാണെന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ കണക്കുകളുണ്ട്. അത് എന്തായാലും അവിടെ മഗസറിൽ, അവിടുത്തെ രജിസ്റ്ററിൽ, ശബരിമല രജിസ്റ്ററിൽ അത് കൃത്യമായിട്ടുണ്ടാവും. പല വാർത്തകളും വരുന്ന പല രീതിയിലാണ്. എങ്കിലും ബോംബെയിലെ ആ വ്യവസായി കൊടുത്തത് 44 കിലോയും 800 ഗ്രാമും എന്ന് പറയുന്നു. അതിനകത്ത് 38 കിലോയും 300 ഗ്രാം കൂടെ അതവിടെ പതിപ്പിച്ചു എന്ന കണക്കാണ് തുടക്കം മുതലേ വരുന്നത്. അതിൻ്റെ കൃത്യത എന്തായാലും SIT ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. SIT ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുമ്പം ഇയാളുടെ തന്ത്രം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അയാൾ കള്ളനാണ്, കവർച്ചക്കാരനാണ്, വളരെ ബുദ്ധിപൂർവം അയാൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ അയാൾ പുല്ലുപോലെ കണക്കാക്കും. കാരണം അയാൾക്ക്
ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയാം, അതിന് തനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ റിപ്ലൈ കൊടുക്കും പോലീസിന്. നല്ല ക്ലെവറായ ഒരു ഉദ്യോഗസ്ഥനാണ്. അത് തന്നെയല്ല, 2017 മുതൽ ഇവിടുന്ന് മോഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്, ഇവരെ പലരെയും വളച്ചെങ്കിൽ മാത്രമേ ഇയാൾക്ക് കാര്യം നടത്താൻ ഒക്കുള്ളൂ. ശബരിമലയിലെ അവിടുത്തെ നിയമം അനുസരിച്ച് അവിടുത്തെ ഒരു സാധനവും ശബരിമല അയ്യപ്പൻ്റെ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് അവിടുത്തെ നിയമം. ആ നിയമം തെറ്റിച്ച് ഇവിടെ രാഷ്ട്രീയ പിന്തുണയുള്ള ഇതുപോലെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ അംഗങ്ങളും അവിടുത്തെ സ്റ്റാഫും വിജയിച്ചാൽ ആ നിയമം തെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോകാമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ഇവരുടെ പ്രവൃത്തികളെല്ലാം നമുക്ക് അത് ഒരു കവർച്ചയുടെ സ്വഭാവമാണ്. സ്വാമി അയ്യപ്പനെ ബഹുമാനിക്കുക, അവിടെ തൊഴുതുന്നതും അതിൽ വിശ്വസിക്കുകയും നടക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളാണ് ദക്ഷിണേന്ത്യയിലുള്ളത്, പ്രത്യേകിച്ച് മലയാളികൾ. അവിടെ പോയി ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്രതമെടുത്താണ് ആരാധിക്കുന്നത്. ഇതുപോലുള്ള കള്ളന്മാർ ചെയ്യുന്ന പ്രവൃത്തിയില്ല. ഇവരാരും വ്രതമെടുക്കാറില്ല. 41 ദിവസം വ്രതമെടുത്തിട്ടാണ് ഓരോരുത്തരും നടന്ന് 100 കണക്കിന് മൈലുകൾ താണ്ടിയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ആത്മീയമായ ഒരു നിർവൃതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അവർ എത്ര കൃത്യനിഷ്ഠയോടുകൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ദൈവവിശ്വാസമില്ല, ഈശ്വരവിശ്വാസമില്ലാത്ത ഈ കള്ളന്മാർ കയറിയിരുന്ന് അയ്യപ്പനെ അവിടുത്തെ ശ്രീകോവിലിൽ അവിടെ പതിപ്പിച്ച സ്വർണങ്ങൾ, അവിടെ പതിപ്പിച്ച അവിടുത്തെ സ്വർണത്തിൻ്റെ അംശങ്ങൾ, അല്ലെങ്കിൽ അതിലെ സ്വർണം പൂശിയ സ്ഥലങ്ങൾ, ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ആ ദേവസ്വം ബോർഡ് അംഗങ്ങളും മെമ്പേഴ്സും ഉൾപ്പെട്ട ആ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ആരൊക്കെയാണ് കൈയിട്ട് വാരിയെന്നുള്ള കൃത്യത ഇനി വരാനുണ്ട്. അത് SIT അത് കൃത്യമായിട്ട് ആ ജോലി നിർവഹിക്കും എന്നാണ് ഞാൻ കരുതുന്നതെങ്കിലും ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണം അതേപടി കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. 24 കാരറ്റ് സ്വർണം ഉരുക്കി അവരെടുത്ത് വിറ്റ് പോയിട്ടുണ്ടാവും. അതേസമയത്ത് ഇവിടുന്ന് കൊണ്ടുപോയ ചെമ്പ് അത് തിരികെ കിട്ടില്ല, അത് മെൽറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ തൊണ്ടി സ്ഥാനത്തിലെ ചെമ്പ് കിട്ടൂല. ഇപ്പം വരുന്ന ചെമ്പ് പുതിയ ചെമ്പാണ്. അത് ധാരവാലക ശില്പത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രെയിമൊക്കെ പുതിയ തടികൾ, അത് തേക്കും തടികളൊക്കെ വന്നു, നിലമ്പൂരിൽ നിന്നൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ധാരവാലക ശില്പത്തിൻ്റെ ആ തിടമ്പിനും അതിൻ്റെ പടികൾക്കൊക്കെ പുതിയ തേക്ക് പലകകൾ വന്നിട്ടുണ്ടാവും. അത് പൊതിഞ്ഞ് ചെമ്പുണ്ടാവും. ആ ചെമ്പ് ശബരിമലയിൽ നിന്ന് പോയ ചെമ്പാവില്ല, അത് വെളിയിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിയ ചെമ്പാണ്. ഇവിടെ വിജയമല്യയുടെ സമയത്ത് ഇപ്പം വരുന്ന കണക്കുകൾ 1900 കിലോ ചെമ്പ് ശബരിമലയിൽ കൊണ്ടുവന്നു എന്നാണ്. അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ശ്രീകോവിലുണ്ടാക്കുന്നതിന്, അല്ലെന്നുണ്ടെങ്കിൽ അതിലെ ചുവരുകൾ ഉണ്ടാക്കുന്നതിനും അവിടുത്തെ കട്ടളപ്പടികൾ ഉണ്ടാക്കുന്നതിനൊക്കെ ചെമ്പ് കൊണ്ട് ആദ്യം 1900 കിലോ ചെമ്പ് കൊണ്ട് അത് പണിത ശേഷം അതിൻ്റെ പുറത്ത് 24 കാരറ്റ് സ്വർണമാണ് പൂശിയത്. 22 കാരറ്റ് അംഗീകരിക്കാൻ കഴിയില്ല, ഒറിജിനൽ സ്വർണമാണ് വന്നത്. അതവിടെ പൂശിയിട്ടുണ്ട്. 60 ജോലിക്കാർ 3-4 മാസം അവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ അത് ശബരിമല ചെയ്യാൻ പറ്റും. പക്ഷേ ശബരിമലയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? സ്വർണം പൂശുന്നതിന് വെളിയിൽ കൊണ്ടുപോയ സ്വർണം പൂശിയും കൊണ്ടുവന്നാൽ പോരെ, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ് കൊണ്ടുവന്നാൽ പോരെ. പക്ഷേ ആ സ്വർണം അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോളിസിസ് പ്രോസസ്സിലേ പറ്റുള്ളൂ. അതാണ് ഇവിടെ ചെയ്തത്. വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളെ ഈ കവർച്ചയ്ക്ക് കൂട്ടുനിന്ന ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാരും ചെയ്തു കൂട്ടി വെച്ചത് നമ്മൾ കാണുമ്പം നമ്മൾ അതിശയിച്ചു പോവും, അത്ഭുതപ്പെട്ടു പോവും. എന്തിനാണ് ഇത്ര വലിയ സ്റ്റാഫ് ഈ ശബരിമലയിൽ? എനിക്ക് മനസ്സിലാവും ദേവസ്വം ബോർഡിലേക്ക് എന്തിനാണ് ഇങ്ങനെ അവിടെ ഒരു സൂചി അങ്ങോട്ട് മാറാൻ 100 പേരുടെ ഒപ്പീനിയൻ വേണം. ഒരു ലോവർ ഡിവിഷൻ ക്ലാർക്ക്, അതിൻ്റെ മുകളിൽ അപ്പർ ഡിവിഷൻ ക്ലാർക്ക്, അതിൻ്റെ മുകളിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, പിന്നെ ഒരു കമ്മീഷണർ. ഒരു സൂചി മാറ്റുന്നതിന് ഒരു ശകലം കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്ര സ്റ്റാഫിനെ അവിടെ കൊണ്ടുവന്നത്? ഇതൊക്കെ തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണ്. അവരെ എല്ലാം പിരിച്ചുവിടണം. ശബരിമലയിൽ ഇത്ര സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. ഒരു IAS കാരൻ, സീനിയർ IAS കാരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ, കാരണം ഇത്ര കോടി രൂപ വരുമാനമുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ ശബരിമലയിൽ
അടിയന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളവരെയൊക്കെ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കി കംപ്ലീറ്റ് അങ്ങ് മാറ്റുക. അവിടെ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും 2 ക്ലാർക്കന്മാരും ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അവർക്ക് അവരുടെ പേരിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. ഓരോ കാര്യങ്ങളും അവർ നിശ്ചയിക്കട്ടെ, അതിന് ഗവൺമെൻറ് ഉത്തരവ് വാങ്ങിക്കട്ടെ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു പദവി ഉണ്ടാക്കി വെച്ചിട്ട് അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. പത്മകുമാർ പത്തനംതിട്ടയിലെ MLA ആയിരുന്നു. അദ്ദേഹം അവിടെ കേന്ദ്ര കമ്മിറ്റിയിലെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ 2014 അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഈ സ്വർണം പാളികളും അതേസമയത്ത് സ്വർണത്തിൻ്റെ എല്ലാ ഐറ്റങ്ങളും പല രീതിയിലുള്ള സ്വർണം പൂശിയതും അവിടെ ചുറ്റിയതും എല്ലാം വെളിയിലോട്ട് പോയത്. ആർക്കാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തത്? ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് പറയട്ടെ. അവർക്ക് അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കാൻ പറ്റുമോ? അവിടെ ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ട്. ആക്ട് അനുസരിച്ച് ഒരു സാധനവും ശബരിമലയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പോയി ചെയ്യണം. ഒരു ഇലക്ട്രോളിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്നതിന് എന്താ ഇത്ര തടസ്സം? അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റേറ്റ് ചെയ്യാമല്ലോ. എന്തിനാണ് ശബരിമലയിലെ അവിടുത്തെ ധാരവാലക ശില്പങ്ങളും അതിൻ്റെ കട്ടളപ്പടികളും എല്ലാം കൊണ്ടുപോകുന്നത്? എന്തിനാണ്? തട്ടിപ്പിന് തന്നെയല്ലേ. അപ്പോൾ ആ തട്ടിപ്പിന് കൂട്ടി നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും അറിയാതെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കൊണ്ടുപോയ കാലഘട്ടത്തിൽ ഏതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടല്ലോ അതിനൊരു സൗജന്യം കൊടുക്കാൻ ഇനി കഴിയില്ല. അവരകത്തോട്ട് തന്നെ പോകണം. കാരണം അവർക്ക് എന്താണ് അധികാരം? കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ 2024 ശബരിമലയിലെ വരുമാനം അത് കുറേയൊക്കെ തട്ടിമുട്ടിയൊക്കെ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. 247 കോടിയാണ്. അതുകൊണ്ട് അവിടുത്തെ വരുമാനം നമ്മൾ കണക്കാക്കണം. അതൊരു വലിയ സീനിയർ ഒരു ബാങ്കിൻ്റെ നിലവാരത്തിലേക്കുള്ളതാണ്. എത്രായിരം കോടി രൂപ വന്നു പോകുന്നതാണ് അവിടെ. അത് ഡെവലപ്മെൻറ്റിന് എത്രായിരം കോടി രൂപ വരുന്നുണ്ട്. അവിടുത്തെ അരവണ ഉണ്ടാക്കുന്നത് അങ്ങനെ ധാരാളം ഏരിയയിൽ നിന്ന് പണം വരികയും പണം ചെലവാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾ ഇരിക്കുന്നതാണ് ഉത്തമം. അവിടെ അധികം പേരൊന്നും ആവശ്യമില്ല. ഇവരെല്ലാം പിരിച്ചുവിടണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ആവശ്യമില്ല. ഒരു ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാൾ അവിടെ ഇരുന്ന് ഭരണം നടത്തിയാൽ മതി. അദ്ദേഹം ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇരുന്നാൽ മതി. അവിടെ ആവശ്യമുള്ള സമയത്ത് അവിടെ പോയാൽ മതി. ശബരിമലയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും 2 ക്ലാർക്കന്മാരും മതി. ഹൈക്കോടതിന് ആവശ്യമില്ല. അവിടെ വേണമെങ്കിൽ ഒരു പിയൂണിനെ വെച്ച് ഇത്രയേ ഉള്ളൂ. കാരണം ശബരിമലയിലെ പല ഡിവിഷൻസ് ഉണ്ട്. അവരവിടെ ഇരുന്നോട്ടെ. PWDക്കാരാണ്. അത് ശബരിമലയ്ക്ക് ഒരു പ്രത്യേക PWD വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അത് സ്റ്റേറ്റ് PWD തന്നെ അവർ ഏറ്റെടുത്ത് ചെയ്യട്ടെ. തട്ടിപ്പും വെട്ടിപ്പും കുറയുമല്ലോ. അവിടെ ചേക്കേറിയിരിക്കുന്നവരെല്ലാം അവിടുത്തെ വരുമാനത്തിൻ്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു ഷെയർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് അവിടെ ശബരിമലയിൽ വന്നു ചേരുന്ന ഗോൾഡിന് കണക്കില്ല. ആൾക്കാർ അവിടെ ഓഫർ ചെയ്യുന്ന ഗോൾഡിന് നമുക്ക് കണക്കില്ല. അത് അവർ എഴുതി വെക്കുന്ന കണക്ക് തന്നെ അത് തന്നെയാണ് നമ്മുടെയും കണക്ക്. അത് തന്നെ പണം വരുന്ന ക്യാഷ് വരുന്നത് മാത്രമല്ല, ചെക്ക് വരുന്നിട്ടുണ്ട്. പലരും ചെക്ക് എഴുതി 1 കോടി 2 കോടി ഇട്ടിട്ടുണ്ട്. ആ ചെക്ക് ആര് മാറി, എപ്പം മാറി, ഏത് അക്കൗണ്ടിൽ വന്നു? അതുപോലെ തന്നെ അവിടെ വെള്ളി വരുന്നുണ്ട്. എത്ര കിലോ വെള്ളി ഒരു വർഷം വന്നു? ഇനി അതല്ലേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട്. ആൾക്കാർ ശബരിമല അയ്യപ്പനോടുള്ള ആ വാത്സല്യ സ്നേഹം, അവിടുന്ന് അനുഗ്രഹം കിട്ടും എന്ന് കരുതി തങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന ഡയമണ്ട് 24 കാരറ്റല്ല, മിനിമം 56 കാരറ്റിൻ്റെ ഉണ്ട്. 56 കാരറ്റ് മുതലാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര കോടി രൂപയുടെ ഡയമണ്ട് അവിടെ വന്നിട്ടുണ്ട്? അതിന് വല്ല കണക്കുണ്ടോ? കണക്കുണ്ടെങ്കിൽ തന്നെ എത്ര എണ്ണം കിട്ടി? അതുകൊണ്ട് അങ്ങനെ ശബരിമല അയ്യപ്പന് നേർന്ന എത്ര പല ആൾക്കാരും 5 6 മാലകൾ അവിടെ നേർന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വർണ്ണം ഇട്ടിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വളകൾ കൊടുത്തിട്ടുണ്ടാവും ഭാര്യയുടെ. അല്ലെന്നുണ്ടെങ്കിൽ സ്വർണ്ണ മോതിരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 8 10 മോതിരം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ള അയ്യപ്പ ഭക്തന്മാർ ഏത് വർഷമാണ് അവർ ഈ ഓഫറിങ് കൊടുത്തത് അല്ലെങ്കിൽ അവിടെ കൊണ്ട് നേർച്ചയിട്ടത്? അത് ദയവായിട്ട് അവിടുത്തെ ദേവസ്വം ബോർഡിനെ എഴുതി അറിയിക്കണം. ഞാൻ അന്ന് ഒരു 4 മാലയെല്ലാം കൂടെ ഒരു 10 15 പവനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു 2024. അതവിടെ വരവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ നമുക്കിത്. അത് വല്ലാത്തൊരു പ്രോസസ്സാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഡയറക്ഷൻ അനുസരിച്ച് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ ദാരുശില്പങ്ങളും അതുപോലത്തെ ആ 2 ഐറ്റങ്ങൾ
ആ സാധനം തിരിച്ചു വന്ന് അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രമേ ഇപ്പോഴത്തെ SITയുടെ അവരുടെ പ്രവൃത്തി കൊണ്ട് കഴിയുള്ളൂ എന്നാണ് കരുതുന്നത്. അത് ചിലപ്പോൾ ഒരു 4-5 മാസം അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് അത് തീർത്ത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിച്ചേക്കും. അതേ സമയത്ത് അവിടെ നിന്ന് ലൂട്ട് ചെയ്തുകൊണ്ട് പോയ സ്വർണ്ണങ്ങൾ, അതുപോലെ വെള്ളി, അതുപോലെ ഡയമണ്ട്, അതിൻ്റെ കണക്കൊക്കെ ആര് നോക്കും? 1998 മുതൽ നോക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്. അത് കണ്ടെത്തണം. ആരൊക്കെയാണ് അടിച്ചുമാറ്റിയ പൈസ കൊണ്ട് ഇവരെല്ലാവരും രമ്യഹർമ്മങ്ങൾ നിർമ്മിച്ചെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് ഈ SITയുടെ അന്വേഷണത്തിൽ ചെമ്പ് കടത്തിക്കൊണ്ടുപോയത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സ്വർണം അത് എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടാവും. അത് 24 കാരറ്റാക്കി പൊന്നാക്കി വിറ്റിട്ടുണ്ടാവും. അത് കണ്ടെടുക്കുക മാത്രമേ ചിലപ്പം നടക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും നടക്കാനുള്ള സാധ്യത, അവിടുത്തെ ദാരുവാര ശില്പത്തിലുള്ള സാധനം തിരിച്ചു വന്നെങ്കിൽ ആ കട്ടിളപ്പടികളൊന്നും അതേപടി നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് SIT ഇപ്പം നടത്തുന്ന അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട് 6 ആഴ്ചക്കകം ഹൈക്കോടതി കൊടുക്കും. അതിനുശേഷം 3-4 ആഴ്ചകൾ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഹൈക്കോടതി കണ്ടെത്തിയ ആ സ്വർണം ഉരുപ്പടികൾ കടത്തിക്കൊണ്ടുപോയ ഹൈക്കോടതി പറയുന്ന അതിന് കൃത്യമായ ഒരു ഉത്തരം SIT കണ്ടെത്തും, കുറ്റച്ചാർജ് തയ്യാറാക്കും. 2 FIR ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി തുടർച്ചയായിട്ട് FIR എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും SIT പോലെ ഒരു ടീം ശബരിമലയിലെ മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.